ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അഖിലമിസ് ആണ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുവിധം നമ്മൾ പഠിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റും കൂടെ ക്ലിയർ ആക്കിയിട്ട് പോവാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് ആദ്യത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംപ്ലീറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ? ഈ തന്നിരിക്കുന്നതിൽ കംപ്ലീറ്റ് സോലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? ചോക്ക് പൗഡർ, ടീ ലീവ്സ്, സോ ഡസ്റ്റ് ആൻഡ് ഷുഗർ. ചോക്ക് പൗഡർ ഉണ്ട്, ടീ ലീവ്സ് ഉണ്ട്, സോ ഡസ്റ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം വാട്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചില ആളുകൾക്ക് അതിനകത്ത് സോലബിൾ ആണ്, ചില ആളുകൾക്ക് എന്താണ് ഇൻസോലബിൾ ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പൊ സോലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ സോൾട്ട്, ഷുഗർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ കാണാറ് പോലും ഇല്ല അല്ലെ, അതിനകത്ത് ഡിസപ്പിയർ ആയി പോവാറുണ്ട്. കാരണം എന്താണ്, ഒരു കംപ്ലീറ്റ് അതിനകത്ത് ഡിസോൾവ് ആവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സോലബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസോലബിൾ സബ്സ്റ്റൻസോ ഇതാ നിങ്ങൾ ഇവിടെ പിക്ചറിലേക്ക് നോക്കിയേ, നമ്മുടെ സാൻഡ് ആവട്ടെ അല്ലെ, അതുപോലെ തന്നെ എന്താണ് സോഡസ്റ്റ് ആവട്ടെ, ചോക്ക് പൗഡർ ആവട്ടെ, ഇതൊക്കെ നമ്മൾ ഒരു വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവരെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. വിച്ച് മീൻസ് ഇവർ എന്താവുന്നില്ല, അതിനകത്ത് ഡിസോൾവ് ആവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഇൻസോലബിൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ അല്ലെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ചോക്ക് പൗഡറോ സോഡസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ടീ ലീവ്സോ ഒന്നും എന്താവുന്നില്ല, അതിനകത്ത് ഡിസോൾവ് ആവുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, ടീ ലീവ്സ് ഒക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന തന്നെ അതുകൊണ്ടല്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഷുഗർ മാത്രമാണ് അല്ലെ, ഷുഗർ മാത്രമാണ് എന്താവുന്നത്, കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിൽ സോലബിൾ ആവുന്ന ആളുള്ളത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. MCQ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം MCQയുടെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാവരെ പറ്റിയും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഡു നോട്ട് ഹാവ് ലെസ്റ്റർ? ലെസ്റ്ററിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള സർഫസിൽ ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഭയങ്കര അല്ലെ, ഈ പറയുന്ന നമ്മുടെ ഗോൾഡ് ഒക്കെ നോക്കിയോ, ഗോൾഡിനൊക്കെ ഭയങ്കര മെറ്റാലിക് ലെസ്റ്റർ കൂടിയ ആളാണ് അല്ലെ. സിൽവർ ഒക്കെ നോക്കിയാൽ നിങ്ങൾ ഒരു തിളക്കില്ലേ, ചിലതിനൊന്നും ആ തിളക്ക് ഉണ്ടാവാറുമില്ല ആണല്ലോ. അപ്പൊ ഇതാ ഇതിനകത്ത് നോക്കിയോ, അയേൺ ആവട്ടെ, ഗോൾഡ് ആവട്ടെ, പേപ്പർ ആവട്ടെ, അലൂമിനിയം ആവട്ടെ, ഇതിൽ ഏതിനാണ് ലെസ്റ്റർ ഇല്ലാത്തതെന്നാണ് ചോദിച്ചത്. അപ്പൊ ലെസ്റ്റർ എന്ന് പറയുന്നത് മിക്കവാറും ലോഹങ്ങൾ അല്ലെ, മെറ്റൽസ് എന്ന് പറയും നമ്മൾ. മെറ്റൽസിനാണ് എന്തുള്ളത്, ആ ഒരു ഷൈനിങ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ നമ്മുടെ പേപ്പറിന് മാത്രം അല്ലെ എന്തില്ല, ഈ പറയുന്ന ലെസ്റ്റർ ഇല്ല. അപ്പൊ നമ്മൾ മെറ്റാലിക് ലെസ്റ്റർ തന്നെയാണ് പറയാറുള്ളത്. അത്രയ്ക്ക് എന്ന് വെച്ചാൽ മെറ്റൽസിന് മാത്രമൊന്നും അല്ല കേട്ടോ, മെറ്റൽസ് അല്ലാത്ത നമ്മുടെ ഗ്രാഫൈറ്റിനൊക്കെ ഈ പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ആരാണ്, നമ്മുടെ പേപ്പറാണ് എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് മാർക്ക് ചെയ്തു. അടുത്ത നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഈസ് ട്രാൻസ്പെറന്റ്? യെസ്, ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പാക് മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയാൽ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്കോ അല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്കൊക്കെ നോക്കിയാൽ ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് തിങ്സ് ക്യാൻ ബി സീൻ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇവിടെ ഒരു ഡോർ ഉണ്ട് അല്ലെ. പുറത്തു നിന്ന് ഒരാൾ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവോ അതാരാന്ന്? നോക്കിയാൽ മനസ്സിലാവോ? ഇല്ല, നോക്കിയാൽ മനസ്സിലാവില്ല. ബിക്കോസ് ഈ ഒരു ഡോർ എന്ന് പറയുന്നത് നമ്മുടെ വുഡൻ ഡോർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇറ്റ്സ് എ മെറ്റീരിയൽ ത്രൂ വിച്ച് യു ആർ നോട്ട് ഏബിൾ ടു സീ. നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇതാ ഈ കാർബോർഡിൽ നിങ്ങൾ നോക്കിയാൽ പുറത്ത് വന്നപ്പോൾ ഇതാ ഈ ബുക്സിനൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. എയർ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റണേ. പക്ഷേ ഈ കാർബോർഡിന്റെ അകത്തുള്ള പാർട്ട് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കാരണം എന്താ, കാർബോർഡ് എന്ന് പറയുന്നത് ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി ഇതിന്റെ ഇടയിലുള്ള ഒരാളുണ്ട്, എന്താണ്, ട്രാൻസ്ലുസെന്റ് ഒബ്ജക്റ്റ്. ഇത് നോക്കി നിങ്ങൾ ഇതാ ഫ്രോസൺ ഗ്ലാസ്സിലൂടെ ഒക്കെ നമ്മൾ നോക്കുമ്പോഴേ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നുണ്ട്. ശരിക്കും കാണുന്നുണ്ടോ എന്ന് ഒരു വട്ടം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമില്ല, കറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ല അല്ലെ. ദ മെറ്റീരിയൽ ത്രൂ വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ബട്ട് നോട്ട് ക്ലിയർലി. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് ട്രാൻസ്പെറന്റ്? ട്രാൻസ്പെറന്റ് ഏതാന്നാ ചോദിച്ചത് അല്ലെ. സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസ് ടെംപ്ലർ ഉണ്ട്, മിറർ ഉണ്ട്, വുഡൻ ടേബിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോ മിറർ, ഇതിനകത്ത് കുറെ പേര് മിറർ ഒക്കെ ചൂസ് ചെയ്യും. മിററിന്റെ പ്രത്യേകത നമ്മളെ തന്നെയാണ് കാണുന്നത്, അല്ലാതെ അപ്പുറത്തുള്ള ആളെ അല്ല അല്ലെ. അങ്ങനെയല്ലല്ലോ. അപ്പൊ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആളെ എൻ്റെ ഇടയിൽ എന്ത് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റണം. അപ്പൊ അങ്ങനെ ഇതിനകത്തുള്ളത് ആരാണ്? സ്റ്റീൽ പ്ലേറ്റിലൂടെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. അല്ലെ, മിററിലൂടെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. വുഡൻ ടേബിളിലൂടെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഗ്ലാസ് ടെംപ്ലർ മാത്രമാണ് ഇവിടെ അതിനുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് നമ്മൾ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അപ്പുറത്തുള്ള ഒരാളെ കാണാൻ പറ്റും അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫ്രം ദ ഗിവൺ ഓപ്ഷൻ അല്ലെ, ഫ്രം ദ ഗിവൺ ഓപ്ഷൻ
ഓപ്ഷൻ ചൂസ് ദ വൺ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊരു ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. മിൽക്ക് ഉണ്ട്, ഹണി ഉണ്ട്, ഓയിൽ ഉണ്ട്, സ്റ്റോൺ ഉണ്ട്. യെസ്, അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? മിൽക്കും ഹണിയും ഓയിലും ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്? നമ്മൾ കുറേ ഫിസിക്കൽ സ്റ്റേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഒക്കെ നമുക്കറിയാം. അപ്പൊ മിൽക്കും ഹണിയും ഓയിലും ഒക്കെ ഏത് സ്റ്റേറ്റ് ആണ്? ദേ ആർ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളുകളാണ്. അപ്പൊ സ്റ്റോൺ എന്ന് പറയുന്ന ആളെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. കാരണം സ്റ്റോൺ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഒരാളെ നമ്മൾ എന്ത് ചെയ്തു? ഓഡ് വൺ ഔട്ട് ആണ് അല്ലെ ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ പെടാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ MCQസിന്റെ ആൻസർ പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ പറയുന്നുണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ എന്താണ്? The materials that do not allow light to pass through them are called. അതായത് ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല? പാസ് ചെയ്യിക്കുന്നില്ല അല്ലെ? The material that do not allow, അനുവദിക്കുന്നേ ഇല്ല എന്തിനെ? ലൈറ്റിനെ ടു പാസ് ത്രൂ ദം. അങ്ങനെയുള്ള ആളുകളെ എന്താ വിളിക്കുക? ട്രാൻസ്പെറന്റ് ആണോ, ട്രാൻസ്ലൂസന്റ് ആണോ, ഒപ്പാക് ആണോ, ലെസ്ട്രസ് ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ കൃത്യമായിട്ട് ചോദ്യം 1-2 തവണ വായിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ തന്നെ കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ തൽക്കാലത്തേക്ക് ഇതാ മിസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അല്ലെ? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. അപ്പൊ നമുക്ക് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.